ഇതുപോലെ അല്ലെ എല്ലാ വർഷവും കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് അല്ലെ ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് നമ്മൾ ലോക മുലയൂട്ടൽ വാരാചരണമായിട്ട് ആഘോഷിക്കുകയാണ് അല്ലെ. അപ്പം ഈ ഇരിക്കുന്ന അമ്മമാർക്കും അതിന്റെ പ്രാധാന്യം നമ്മുടെ അംഗൻവാടി ടീച്ചറിലൂടെ അല്ലേ നിങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് ഞാൻ പറയുന്ന ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചു, ഞാൻ കുറേയൊക്കെ കേട്ടു, നിങ്ങൾ കുറച്ചുപേര് അതിൽ സംശയമൊക്കെ ചോദിച്ചു. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഡോക്ടറുടെ ക്ലാസ് കൊണ്ടു എന്നാണ്. എന്നാലും ഞാൻ പറയുവാണ്, പിന്നെ എന്താണ് മുലയൂട്ടലിന്റെ പ്രാധാന്യം എന്താണ്, അതെന്തിനാണ് നമ്മൾ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ ആക്കണം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട് ഉണ്ടോ? ഞാൻ ഇനി അതിന് ഒരുപാട് പറയേണ്ടത് ഉണ്ടോ? ഇല്ല. നമുക്കറിയാം കുട്ടി ആദ്യം ജനിച്ച ഉടനെ മുലയൂട്ടണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആദ്യത്തെ ആ മഞ്ഞപ്പാല് കൊളസ്ട്രോൾ കുട്ടിക്ക് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതാണ് കുട്ടിയുടെ ആദ്യത്തെ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് അല്ലേ, അതിന് ഏറ്റവും ആവശ്യം മുലപ്പാൽ കുട്ടി വളർത്തണം. പണ്ടൊക്കെ നമ്മൾ ചോദിക്കൂലേ അമ്മയുടെ മുലപ്പാൽ കുടിച്ചുകൊണ്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാല് അത് അത്രയും കുട്ടി ജനിച്ചാൽ അവന്റെ മരണം വരെ ആ കുട്ടിയെ രോഗമില്ലാത്തവനായി കൊണ്ടു നടക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മുലപ്പാൽ. 6 മാസം വരെ കുട്ടി കുടിക്കുന്ന മുലപ്പാൽ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ JP ജെയിംസിന്റെ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ NFHS 4ന്റെ ആ ഒരു സർവേ പ്രകാരം ആദ്യം നമ്മൾ 17.6 ആയിരുന്നു നമ്മുടെ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് LBWs. 17.6 ആയിരുന്നു. പിന്നെ അത് 14.6 കുറഞ്ഞു. പിന്നെ 2021 ആയപ്പോൾ അത് 14.86 ആയി ലേശം കൂടിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പം മുലയൂട്ടൽ എവിടെയൊക്കെയോ നമ്മൾ അവിടെ ഒരു തടസ്സമോ അതല്ലെങ്കിൽ നമ്മുടെ മെസ്സേജസ് ജനങ്ങളിൽ എത്തിയില്ല എന്നതിന്റെ ഒരു തെളിവാണ് ആ ഒരു ലേശം ഒരു കൂടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗമുണ്ട്. നമ്മുടെ അംഗൻവാടിയിലൂടെ നടപ്പിലാക്കുന്ന ICDSലൂടെ നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ LBW ബേബീസിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടല്ലോ. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് വീക്ഷിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താണ്, ബ്രസ്റ്റ് ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു അവയർനെസ് എല്ലാവർക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുന്നില്ല എന്നൊക്കെ അവര് ധരിക്കും. അതിനോട് ഇടവരാതെ തന്നെ എന്താ ചെയ്യേണ്ടത് വർക്കേഴ്സ് നമ്മുടെ ഈ അറിവ് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവര് കുട്ടിയെ 6 മാസം വരെ മുലപ്പാൽ മാത്രമേ കൊടുക്കാവുള്ളൂ. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുക്കും അല്ലേ ചിലര് പറയും പാല് കുടിക്കുമ്പോ കുട്ടിക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പൊ കുട്ടിക്ക് പാല് കിട്ടണമെങ്കിൽ